നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു പ്രതികാര സിനിമയാണ്. നമ്മൾ ഇതിനു മുന്നേ കണ്ട പോലെയുള്ള അടിയും വെടിയും ഒക്കെയുള്ള ഒരു സിനിമയല്ല. വളരെ ശാന്തമായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സിനിമയിലെ ഹീറോ നമ്മൾ ഇതിനു മുന്നേ കണ്ട റൺ ഓൾ നൈറ്റ് എന്ന സിനിമയിലെ ഹീറോയാണ്. പക്ഷെ ആ സിനിമയിലുള്ളതുപോലെ അങ്ങേർക്ക് ഈ സിനിമയിൽ ആക്ഷൻ ഒന്നും കാണിക്കാനൊന്നുമില്ല. വളരെ പാവപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് അങ്ങേര് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. എന്നാൽ കൊല്ലപ്പെട്ടു പോയ തന്റെ മകനായി ഒരു പ്രതികാരം അങ്ങേര് ചെയ്യാണ്. പക്ഷെ ഒരു പ്രതികാര ദാഹിയായിട്ടല്ല അങ്ങേര് ഈ സിനിമയിൽ നമ്മൾ കാണുക. പക്ഷെ അദ്ദേഹം എന്തോ ഒരു കാരണത്താൽ പ്രതികാരം ചെയ്യാനായി ഇറങ്ങാണ്. അതെന്താണെന്നെല്ലാം നമുക്ക് സിനിമയിൽ കാണാം. എന്തായാലും ഞാൻ ഈ സിനിമയുടെ വൺലൈൻ ഇനിയൊന്നും പറയാനില്ല. ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ് ഈ സിനിമയുടെ വൺലൈൻ. എന്നാൽ പിന്നെ നമുക്ക് 2019 റിലീസ് ചെയ്ത കോൾഡ് പർസ്യൂട്ട് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ മഞ്ഞും വെട്ടിത്തെളിച്ചൊരു വണ്ടി എങ്ങനെ വരികയാണ്, ഒരു വാഹനം എങ്ങനെ വരികയാണ്. ആ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് നമ്മുടെ ഹീറോ. അങ്ങേരുടെ ജോലി എന്താന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, സ്നോ പ്ലോ ഡ്രൈവർ എന്നാണ് ഈ ജോലിക്ക് പറയാം. നാട്ടിലുള്ള റോഡെല്ലാം മഞ്ഞ് വീണ് അടഞ്ഞാൽ അതെല്ലാം വെട്ടിത്തെളിച്ച് മാറ്റുന്ന പണിയാണ് അങ്ങേർക്ക്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് സ്വന്തം മകന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ തന്നെ ഒരു ഭാര്യയുണ്ട്. അവർ 3 പേരുമാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. മകൻ ചെറിയ മകനൊന്നുമല്ല, അവനും ജോലിയൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ രാത്രിയുള്ള ഷിഫ്റ്റാണ് ജോലി. അവൻ എയർപോർട്ടിൽ ലഗേജ് എല്ലാം മാറ്റി വെക്കുന്ന ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അവൻ അപ്പം തന്നെ കെട്ടും പാട്ടങ്ങളും എല്ലാം എടുത്ത് അച്ഛനോടും അമ്മയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ജോലിക്ക് പോകും. എന്നാൽ ഹീറോക്കും ഭാര്യക്കും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. സ്വന്തം സിറ്റിയിൽ തന്നെ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമിനാണ് പോകാനുള്ളത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന നേരം അവിടെ ഹീറോക്കായിട്ട് ഒരു അവാർഡ് ഉണ്ട്. സിറ്റിസൺ ഓഫ് ദ ഇയർ എന്നാണ് ആ അവാർഡിന്റെ പേര്. അങ്ങനെ ആ അവാർഡും വാങ്ങിച്ച് കഴിയുന്ന നേരം സംസാരിക്കാനായി സ്റ്റേജിലേക്ക് എത്തും. ആളങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. എന്നാൽ ചുറ്റുമുള്ള ആളുകൾ എന്തെങ്കിലും 2 വാക്ക് പറയുമെന്ന് ചോദിച്ചാണ് സംസാരിക്കാനായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് നീൽസ് കോക്സ്മാൻ. നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ഒരേ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഈ ജോലി തന്നെ തുടർന്നാലോ, അല്ലെങ്കിൽ ഒരേ സ്ഥലത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ജോലി എന്നും ചെയ്തു. ഞാൻ എന്നും പോകുന്ന വഴി കൂടെ എന്നും പോകാൻ തുടങ്ങി. ഞാൻ എൻ്റെ വഴി ആദ്യമേ തിരഞ്ഞെടുത്തു പോയി. ഹീറോ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്ന നേരം ആളുകൾക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇതിൽ എന്തൊക്കെയോ ചിന്തിക്കാനായിട്ടുണ്ട്. എന്തായാലും ആളുകളെല്ലാം കൈയടിച്ചു. ഇതേ സമയമാണെങ്കിൽ മകൻ എയർപോർട്ടിൽ ലഗേജ് എല്ലാം മാറ്റി വെക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന നേരം റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഗണ്ണുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇവരാരാണ്, എന്തിനാണ് വന്നതെന്നൊന്നും അറിയില്ല. വന്നപ്പോൾ തന്നെ അവനെ അടിച്ചു കൂട്ടി അവനെ കിഡ്നാപ്പ് ചെയ്ത് അവർ കൊണ്ടുപോവുക. കൂടെ തന്നെയാണെങ്കിൽ മറ്റൊരു പയ്യനെ കൂടി അവർ പിടിച്ചിട്ടുണ്ട്. അവനാരാന്ന് വെച്ചാൽ ഹീറോയുടെ മകന്റെ കൂട്ടുകാരനാണ്. അവനെയെല്ലാം ഇവർ എന്തിനാണ് പിടിച്ചതെന്ന് അറിയില്ല. എന്തായാലും അതിനകത്തിട്ട് 2 പേർക്കും നല്ല ഇടിയാണ് കിട്ടുന്നത്. എന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിന് മകന്റെ കൂട്ടുകാരന്റെ കയ്യിൽ വെച്ചിരുന്ന വിലങ്ങ് അഴിഞ്ഞു പോകും. അവൻ ആ ഗ്യാപ്പിൽ തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടും. എന്നാൽ ഗുണ്ടകൾ തൊട്ടു പിന്നാലെ തന്നെ ചാടി ഇറങ്ങി അവനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് അവൻ മഞ്ഞിന്റെ കട്ടയെല്ലാം താണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പിന്നെ അവനെ പിടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാണുന്നത് ആ നാട്ടിലെ വലിയൊരു ബിസിനസ്മാനെയാണ്. അങ്ങേരെ നാട്ടുകാരെല്ലാവരും വിളിക്കുന്നത്, ജോലിക്കാരെല്ലാവരും വിളിക്കുന്നത് വൈക്കിംഗ് എന്നാണ്. അങ്ങേരുടെ മോൻ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന നേരം അവന്റെ മുഖത്തെല്ലാം അടി കൊണ്ടതിന്റെ പാട് കാണുന്നുണ്ട്. മാത്രമല്ല അവന് സ്കൂളിൽ പോകാനായിട്ട് എന്തോ ഒരു താല്പര്യക്കുറവും കാണാം. എന്നാൽ അച്ഛൻ വൈക്കിംഗ് വന്ന് അവനോട് ചോദിക്കും, നിന്നെ ആ പയ്യൻ വീണ്ടും ഇടിച്ചല്ലേ, ഇതുപോലെ അടി കൊണ്ട് തിരിച്ചു പോരല്ല വേണ്ടേ, അവന് തിരിച്ച് അങ്ങോട്ടും കൊടുക്കണം. അച്ഛൻ അങ്ങനെ ആദർശത്തിൽ അവനോട് ഓരോ കാര്യങ്ങൾ പറയുന്ന നേരം അവൻ തിരിച്ചു ചോദിക്കും, ഞാൻ അവനെ തിരിച്ചടിച്ചാൽ ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം, ഞങ്ങൾ 2 പേരും വിഡ്ഢികളായില്ലേ. എന്നാൽ അച്ഛൻ അവന്റെ പിന്നാലെ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞ്, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ചെല്ലും. ഇതേ സമയത്ത് നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഹീറോയുടെ മകനെ അടിച്ചു കൊണ്ടുപോയവര് അവനെയും തൂക്കി പിടിച്ച സിറ്റിയുടെ നടുക്കിലേക്ക് വരികയാണ്. അവനെ പിടിച്ചു കൊണ്ടുവരുന്നവര് അവനോട് സംസാരിക്കുന്നുണ്ട്, എന്താണ് ഡ്യൂഡ്, ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചാലോ, ഇതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ വന്ന് അവൻ ഇരുത്തിക്കും. എങ്ങനെയോ പിടിച്ചിരുത്തിയാണ് ചെയ്യുക. എന്നിട്ട് അവന്റെ മുഖത്ത് ഒരു കണ്ണടയും വെച്ചെടുക്കും. എന്നിട്ട് കുറച്ചേരം സംസാരിച്ച് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എന്നാൽ അവന്റെ ബോഡിക്ക് വലിയ അനക്കമൊന്നുമില്ല. എന്നാൽ അപ്പോഴാണ് മനസ്സിലാവുക അവനെ കൊന്നിട്ട് അവിടെ ഇരുത്തിയാണ് അവർ പോയിരിക്കുന്നത്. അവന്റെ പേര് കെയിൽ കോക്സ്മാൻ എന്നാണ്. ഹീറോയുടെ പേര് നീൽസ് കോക്സ്മാൻ. എന്തൊരു പേരല്ലേ. എന്നാൽ ജോലി സ്ഥലത്ത് ഇതൊന്നും അറിയാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹീറോ. ഭാര്യയാണെങ്കിൽ മഞ്ഞിലിടേണ്ട വസ്ത്രം പോലും ഇടാതെ ഹീറോയുടെ അടുത്തേക്ക് ഓടി വന്ന് കാര്യം പറയും. അങ്ങനെ അവർ 2 പേരും അവന്റെ ബോഡി കാണാൻ സിറ്റിയിലെ മോർച്ചറിയിലേക്ക് ചെല്ലും. അങ്ങനെ അവിടെ നിന്ന് അവന്റെ ബോഡി കാണുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പറയും, നിങ്ങളുടെ മകൻ മയക്കുമരുന്നിന്റെ ഓവർഡോസ് മൂലമാണ് മരിച്ചത്. എന്നാൽ ഹീറോക്കറിയാം മകൻ ഇതുപോലെ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാറില്ല. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ മകൻ ഇതുപോലെ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ പോലീസുകാരൻ പറയും, എന്നാൽ നാട്ടുകാരങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. ഇത് കേൾക്കുന്ന ഹീറോ ആകെ കൂടെ കൺഫ്യൂഷൻ ആകും. മകനാണെങ്കിൽ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ പോലീസുകാർ പറയുന്നു അവൻ മയക്കുമരുന്നിന്റെ ഓവർഡോസ് മൂലമാണ് മരിച്ചതെന്ന്. എന്തായാലും തിരിച്ചു വരുന്ന നേരം ഭാര്യ ആകെ കൂടെ തകർന്നു. കാറിൽ അവൾക്ക് സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ കണ്ണീരോടെ മകന്റെ മരണച്ചടങ്ങെല്ലാം അവർ ചെയ്തു തീർക്കും. അവർക്കാണെങ്കിൽ ഇനി വേറെ കുട്ടികളൊന്നുമില്ല. അന്ന് വൈകുന്നേരം ജോലി ചെയ്യാനായി എത്തുന്ന ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ റൂമിലെത്തി. അവിടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന റൂമിലെത്തി ഗണ്ണെല്ലാം എടുത്ത് റെഡി ആവുകയാണ്. എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു പ്രതികാരമല്ല, ആ ഗണ്ണ് കഴുത്തിൽ വെച്ച് പൊട്ടിച്ച് ആത്മഹത്യ ചെയ്യാനായി പോവുകയാണ്. എന്നാൽ ഹീറോയുടെ മകന്റെ കൂടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ
നോക്കിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട മകന്റെ കൂട്ടുകാരനില്ലായിരുന്നോ, അവൻ അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന നേരം അവൻ മുന്നിലേക്ക് ചെല്ലും. കരഞ്ഞോണ്ട് അവൻ പറയും, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല, ഇങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അവനൊന്നും അറിയില്ല, ഞാൻ അവനെ എൻ്റെ കൂടെ കൂട്ടിയതാണ്. അവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാവില്ല. അവൻ അവിടെയും ഇവിടെയും തൊടാതെയാണ് ഓരോ കാര്യങ്ങൾ പറയാം. ഹീറോ നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൻ പിന്നെയും പറയും, എനിക്കെല്ലാം അറിയാം. മയക്കുമരുന്ന് ആരാണ് കൊണ്ടുവരുന്നത്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അതെല്ലാം എനിക്കറിയാം. ഒരു ബാഗിന് വേണ്ടിയാണ് അവനെ കൊന്നുപോയിട്ടുള്ളത്. ആരാണ് എന്താണെന്ന് ചോദിക്കുന്ന നേരം അവനൊന്നും പറയാതെ ഇതുപോലെ കഷ്ണം മുറിഞ്ഞ് ഓരോന്ന് പറയുന്ന ഹീറോക്ക് ഇഷ്ടപ്പെടില്ല. സംഭവം എന്താന്ന് വെച്ചാൽ നാട്ടിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന വലിയൊരുത്തനുണ്ട്, വലിയൊരു ബിസിനസ്മാൻ ഉണ്ട്. അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ ആളുകളുടെ കയ്യിൽ നിന്ന് ഹീറോയുടെ മകനെ അയച്ചെന്നവൻ ഒരു പേക്ക് മയക്കുമരുന്ന് മോഷ്ടിച്ചു. എന്നാൽ അത് ആരാന്ന് അവർ കണ്ടുപിടിക്കുകയും കണ്ടുപിടിച്ച് അവരെ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൊല്ലാനുമായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അതിന്റെ ഇടയിലാണ് ഇവൻ രക്ഷപ്പെട്ടത്. ഹീറോ ആണെങ്കിൽ ദേഷ്യത്തിൽ അവന്റെ കഴുത്തിൽ പിടിച്ച്, ആരാടോ എന്താടോ നീ എന്തൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, സ്പീഡോ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് സ്പീഡോയുടെ ലൊക്കേഷനും മനസ്സിലാക്കി ഹീറോ നേരെ അവനെ കാണാനായി പോകുന്നതാണ്. അങ്ങനെ സിറ്റിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിൽ കയറി ചെന്ന് അവിടെയുള്ള ആളോട് എനിക്ക് സ്പീഡോയെ കാണണമെന്ന് പറയും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ സ്പീഡോ അങ്ങോട്ട് എത്തും. അവൻ ഹീറോയെയും കൂട്ടി നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റിലേക്കാണ് കയറി ചെല്ലുക. അതിനകത്തെത്തുന്ന നേരം ഹീറോ അവനോട് ചോദിക്കും, നിനക്ക് ഡാനിയെ അറിയോന്ന്. ഡാനി എന്ന് വെച്ചാൽ ഹീറോയുടെ മകന്റെ കൂട്ടുകാരന്റെ പേരാണ്. എന്നാൽ അവൻ പറയും, ഡാനിയെ കുറിച്ചൊന്നും എനിക്കറിയില്ലല്ലോ, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, പിന്നെയാണോ? വീണ്ടും ചോദിക്കും, നിനക്ക് എന്റെ മകൻ കെയിലിനെ അറിയോ? എന്നാൽ അവൻ പറയും, നിങ്ങളുടെ മകൻ കെയിലോ? ആ കെയില് നിങ്ങളുടെ മകനാണോ? സോറിയെ, അവൻ ഇന്നലെ രാത്രി ഞാൻ അല്ല ഒന്നുമില്ല, എനിക്ക് അവൻ അറിയില്ലല്ലോ. അവൻ ഇതുപോലെ ആകെ കൂടെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുക. എന്തായാലും ലിഫ്റ്റ് താഴെ എത്തുന്ന നേരം അതിന്റെ ഡോറ് തുറക്കുന്ന നേരം അവൻ ഹീറോയോട് പറയും, ഇതുവഴി വിട്ടാൽ നിങ്ങൾക്ക് കണ്ടം പിടിക്കാം, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് വാ തുറക്കാൻ പോകുന്നത് എന്റെ തോക്കായിരിക്കും. എന്നിട്ട് ഗണ്ണും കാണിച്ചു കൊടുക്കും. എന്നാൽ ഹീറോ അത് കണ്ട് പേടിച്ചൊന്ന് മാറി നിന്ന് പെട്ടെന്ന് അവന്റെ മുഖത്തിട്ട് ഇടിയോട് ഇടിയാ. അങ്ങനെ അവന്റെ പരിപ്പിളക്കി ഹീറോ അവനെ വലിച്ചു കൊണ്ടുപോയി വാനിൽ കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്, അതെന്നോട് പറ. എന്നാൽ അവനൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അവന്റെ മുഖത്തിട്ട് ഒരു ഇടി കൊടുക്കാൻ കൈ പൊക്കും നേരം അവൻ ഹീറോയുടെ മുഖത്ത് കൈ വെച്ച് പറയും, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ലിംബോ എന്നോട് സംസാരിക്കും, ഞാൻ അവൻ പറയുന്ന പോലെ തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ എടുത്ത് അതിലെ കോണ്ടാക്ട് നോക്കിയിട്ട് അതിൽ ആരാണ് ലിംബോ എന്ന് കണ്ടുപിടിക്കും. അങ്ങനെ അവന്റെ ലൊക്കേഷനും ചോദിച്ച് മനസ്സിലാക്കി ആ കിടക്കുന്നവന്റെ കഴുത്ത് ഞെരിച്ച് ഹീറോ കൊന്നുകളയും. എന്നാൽ മരിച്ചെന്ന് വിചാരിച്ച് ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് അവന് പിന്നെയും ജീവൻ. ഒന്നും കൂടെ കഴുത്ത് പിടിച്ച് സമയമെടുത്ത് ഞെരുക്കി അവനെ കൊന്നുകളയും. അങ്ങനെ അന്ന് രാത്രി അവന്റെ ബോഡി ഒരു ഇരുമ്പ് ഷീറ്റിൽ പൊതിഞ്ഞ് ഹീറോ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് മേലെയുള്ള മലയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന നദിയിലേക്ക് ഒഴുക്കി കളയും. ഇങ്ങനെ ചെയ്താൽ ബോഡി പിന്നെ വെള്ളത്തിൽ നിന്ന് മേലേക്ക് വരില്ല, താഴെ വെച്ച് തന്നെ മീനുകളെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ ഇല്ലാതാവും. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ആദ്യം കണ്ട ബിസിനസ്സുകാരനെയാണ് കാണിക്കുന്നത്. അങ്ങേരാരാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മയക്കുമരുന്ന് ബിസിനസ്സുകാരനില്ലേ, അങ്ങേരാണ് ഇങ്ങേരുടെ ആളുകളുടെ കയ്യിൽ നിന്നാണ് ഹീറോയുടെ മകനും മകന്റെ കൂട്ടുകാരനും കൂടെ മയക്കുമരുന്ന് കട്ടെടുത്തിരുന്നത്. സ്പീഡോ മിസ്സിംഗ് ആണെന്ന് അങ്ങേരോട് പറയുന്ന നേരം അങ്ങേരെ ആകെ കൂടെ ടെൻഷനാകും. അങ്ങേരെ എല്ലാവരും സ്നേഹത്തോട് വിളിച്ചിരുന്നത് വൈക്കിംഗ് എന്നാണല്ലോ കൂടെയുള്ള ജോലിക്കാരെല്ലാവരും വിളിച്ചിരുന്നത്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ് എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വഴി മകനെ സ്കൂളിൽ നിന്ന് കഴിക്കാനായി കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ബന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അത് കാണുന്ന വൈക്കിംഗ് ആകെ കൂടെ ദേഷ്യപ്പെടും. നിന്നോട് പറഞ്ഞിട്ടില്ല ഇതുപോലെയുള്ള സാമാനങ്ങളൊന്നും ഇവന് കൊടുത്തു വിടരുതെന്ന്. ഇതിൽ ബേക്കിംഗ് സോഡ തൊട്ട് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അങ്ങേര് മയക്കുമരുന്നിന്റെ വലിയ കച്ചവടക്കാരനാണെങ്കിലും മകൻ ഇതുപോലെയുള്ള ഒന്നും കൊടുക്കില്ല. അത് കഴിഞ്ഞാൽ നഗരത്തിൽ കൂടെ കാറിൽ പോകുന്ന രണ്ട് പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്. അതിലൊരാളാണും ഒരാൾ പെണ്ണുമാണ്. എന്നാൽ പോകുന്ന വഴിക്കുണ്ട് 2-3 പിള്ളേര് അവിടെ ഉണ്ടായിരുന്ന വഴിത്തിണ്ണയിൽ ഇരുന്ന് കഞ്ചാവ് അടിക്കുന്നു. അത് കാണുന്ന അവൾ അവരെ ചോദ്യം ചെയ്യാനായി കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം കൂടെയുള്ള പോലീസുകാരൻ പറയും, മോളെ നീ എന്തിനാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായി അങ്ങോട്ട് പോകുന്നത്, അവർ വലിക്കുന്ന കഞ്ചാവാണ്, നാട്ടിൽ ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നത്, അതെല്ലാം ഉപയോഗിക്കുന്നവർ വെച്ച് നോക്കുന്ന നേരം ഇവരെല്ലാവരും തങ്കങ്ങളാ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട, നിനക്ക് ജോലിയിൽ ഉയർച്ചയൊക്കെ വേണ്ടേ. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് ജോലി സ്ഥലത്തുണ്ടായിരുന്ന ഗണ്ണിന്റെ നീളം കുറച്ചുകൊണ്ടിരിക്കുക. അതിന്റെ രണ്ട് സൈഡിൽ നിന്നും ഭാഗങ്ങളെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടും. അങ്ങനെ അവിടുന്ന് നേരെ ചെല്ലുന്നത് ആ സ്പീഡോടെ കയ്യിൽ നിന്ന് മനസ്സിലായ ലിംബോയെ കാണാനാണ്. അങ്ങനെ അവന്റെ ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് അവനൊരു തുണിക്കട നടത്തിക്കൊണ്ടു പോകുന്നയാളാണെന്ന് മനസ്സിലാവുക. എന്നാൽ അതിന്റെ പിന്നിൽ അതിലും വലിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം അവൻ ആദ്യം തന്നെ ഒരു കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്ത് കഴിഞ്ഞ് ഹീറോയോട് വന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. എനിക്കൊരു കോട്ട് വേണം, എന്റെ ഭാര്യയുടെയും എന്റെയും ആനിവേഴ്സറിക്കാന്ന് പറയും. എന്നാൽ ഹീറോ ഇതെല്ലാം പറയുന്ന നേരം ആകെ കൂടെ തപ്പിത്തടഞ്ഞെല്ലാമാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന അവൻ എന്തോ ഒരു സംശയം കിട്ടി. അവൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് ഹീറോ മാറിക്കളഞ്ഞ് ആ ഗണ്ണ് വെച്ച് അവന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയാ. താഴെ വീണ് കിടക്കുന്ന അവന്റെ മോന്തയിലേക്ക് ഒരു ഒറ്റ ഇടി കൂടി വെച്ച് കൊടുക്കുന്ന നേരം വായന്ന് പിന്നെ ചോര വരുന്നത് നിൽക്കില്ല. നിന്നെ ആരാടെ ഈ പണി ഏൽപ്പിച്ചതെന്ന് ചോദിക്കുന്ന നേരം അവനൊന്നും പറയുന്നില്ല. എന്നാൽ ഒന്നും കൂടെ ഞെട്ടിക്കുന്ന നേരം അവൻ പറയും, എന്നെ സാന്റയാണ് ഈ ജോലിയെല്ലാം ഏൽപ്പിക്കുന്നത്. ഈ സാന്റ ആരാന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, സാന്റ എന്ന് പറഞ്ഞാൽ സാന്റയെ പോലെ തന്നെയാണ്. എന്നിട്ട് അവനെ കാണാൻ എങ്ങനെയാണ്, അവൻ എവിടെ പോയാൽ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെടുക്കും. അത് കഴിഞ്ഞാൽ ഹീറോ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നളയും. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്ത് അവന്റെ ബോഡി മലമേലെയുള്ള നദിയിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മൾ ആ ബിസിനസ് മാനെയാണ് കാണിക്കുന്നത്. അങ്ങേരുടെ കൂടെ അങ്ങേരുടെ ഭാര്യ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴവർ ഒരുമിച്ചല്ല ജീവിക്കുന്നത്, ഡിവോഴ്സായി. അതുകൊണ്ട് തന്നെ അവരുടെ മകൻ കുറച്ച് ദിവസം ഭാര്യയുടെ കൂടെയും കുറച്ച് ദിവസം വൈക്കിങ്ങിന്റെ കൂടെയാണ് ജീവിക്കുക.
വൈക്കിങ്ങിന്റെ ഭാര്യ അവന് വിട്ടുപോകാനുള്ള കാരണം അവൻ ഇതുപോലെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവനാണെന്നുള്ളൊരു സംശയം അവൾക്ക് കിട്ടി. അതുകൊണ്ടാണ് അവൾ പോയത്. അവൻ ഇടക്കിടക്ക് ബാഗിൽ മയക്കുമരുന്നെല്ലാം നിറച്ച് കൊണ്ടുപോകുന്ന കാണുന്ന നേരം അവൾ അവനോട് ചോദിക്കാറുണ്ട് അതെന്താന്ന്. അതിന് അവൻ പറയാം ഞാൻ ജിമ്മിലേക്ക് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണെന്ന്. എന്നാൽ ആ ടൂൾസ് എവിടെ, ഞാൻ കാണട്ടെ എന്ന് ചോദിക്കുന്ന നേരം അവൻ അവിടെ ഇവിടെയെല്ലാം തിരഞ്ഞ് അത് കാണുന്നില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവനും അറിയാം, അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ ഇതുപോലെ മയക്കുമരുന്നാണ് കച്ചവടം ചെയ്യുന്നതെന്ന്. പക്ഷേ അവർ രണ്ടുപേരും ഡിവോഴ്സ് ആയതുകൊണ്ട് അവൾ അവനെ ഒറ്റിക്കളയോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അവസാനം അവളുടെ കയ്യിലേക്ക് നിനക്ക് ആ ബാഗിന്റെ കാശായിട്ട് ഞാൻ കുറച്ച് കാശ് തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന നേരം അവളാണെങ്കിൽ ആ കാശ് വാങ്ങില്ല, അവിടെ വെച്ച് കളയും. എന്തായാലും പൈസ കൊടുത്തിട്ടൊന്നും നടന്നില്ല. അവളെ ട്യൂൺ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് ചെന്ന് നോക്കുന്ന നേരം അവളത് മെയിൻറ്റ് പോലും ചെയ്യാതെ തിരിഞ്ഞു പോയി കളയും. ഇവിടെ ഹീറോ ലിംബോ പറഞ്ഞു കൊടുത്ത സാൻഡയെ കണ്ടുപിടിച്ചു. അവൻ എങ്ങോട്ടോ ജീപ്പിൽ പോകുന്ന നേരം അവന്റെ തൊട്ടു പിന്നാലെ മഞ്ഞ് മാറ്റുന്ന വണ്ടിയുമായിട്ട് ഹീറോ ഫോളോ ചെയ്യും. എന്നാൽ പിന്നിലൊരുത്തൻ ഇങ്ങനെ വരുന്നത് കാണുന്ന നേരം അവൻ എന്തോ ഒരു സംശയം തോന്നി അവൻ വേഗത്തിൽ ജീപ്പ് ഓടിക്കും. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ റൂട്ട് മാറ്റി കളയും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന്റെ നേരെ മുന്നിലേക്കാണ് ഹീറോ വണ്ടിയായിട്ട് വരിക. അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുത്തേക്ക് വന്ന് പറയും നിങ്ങൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് മാറ്റിയാൽ എനിക്ക് എളുപ്പത്തിൽ ഇതിലെ പോവായിരുന്നു. അതിനവൻ കുറച്ച് കാശ് നീട്ടി നിങ്ങൾ കുറച്ച് പിന്നിലേക്ക് പോയാൽ അതല്ലേ കുറച്ചുകൂടെ സൗകര്യം. അതിന് ഹീറോ ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞ് അവന്റെ തല പിടിച്ചൊരു ഒറ്റ അടിയാ. അങ്ങനെ അടിച്ചടിച്ച് അവന്റെ ഊപ്പാടിളക്കി അവിടെ കിടത്തി ചോദിക്കും നിനക്ക് ഈ പണിയെല്ലാം തരുന്ന ആരാന്ന്. എന്നാൽ അവൻ പറയും ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല, വയസ്സായ കിളവന് വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ നോക്കുന്നു. അത് കേൾക്കുന്ന ഹീറോ ആദ്യം ഒന്ന് ചിരിക്കും. ചിരിച്ചിരിച്ച് അവസാനം ഗണ്ണെടുത്ത് അവന്റെ തലക്ക് വെച്ചൊരു ഒറ്റ പൊട്ടിക്കലും പൊട്ടിച്ചെടുക്കും. അങ്ങനെ അവന്റെ ജീപ്പിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഇഷ്ടംപോലെ മയക്കുമരുന്നുകൾ പെട്ടിയിൽ കാണുക. അതിന്റെ പാക്കറ്റെല്ലാം കുത്തി പൊട്ടിച്ച് അതെല്ലാം നശിപ്പിച്ച് കളയും. തിരിച്ചു പോകുന്ന വഴിക്ക് അവന്റെ ജീപ്പും ഇടിച്ചു തെറിപ്പിച്ച് അന്ന് രാത്രി ആ ബോഡികളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഷീറ്റിൽ പൊതിഞ്ഞ് ആ നദിയിലേക്ക് ഇട്ട് കളയും. തിരിച്ച് വീട്ടിലെത്തുന്ന നേരം ഭാര്യ അവിടെ എവിടെയും കാണുന്നില്ല. എന്നാൽ ബെഡിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. അതെടുത്ത് തുറന്നു നോക്കുന്ന നേരം അതിലൊന്നും എഴുതി വെച്ചിട്ടുമില്ല. സംഭവം എന്താന്ന് വെച്ചാൽ മകന്റെ മരണത്തോടുകൂടെ ഭാര്യ ഹീറോയും വിട്ട് അവിടുന്ന് പോയി. ഇതെല്ലാം കാണുന്ന ഹീറോ ഇതിനെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടുപിടിച്ചാൽ മതിയെന്നായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ ചേട്ടന്റെ അടുത്തേക്കാണ് ചെല്ലുക. ഹീറോയുടെ ചേട്ടന്റെ അടുത്തേക്കാണ് ചെല്ലുക. അങ്ങേരെ ഒരു സാധാരണക്കാരനല്ല, ഇപ്പൊ ജോലി ചെയ്യുന്ന വൈക്കിംഗ് ഇല്ലേ, അങ്ങേരുടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്തയാളാണ് ഹീറോയുടെ ചേട്ടൻ. എന്നാൽ അന്ന് സംഭവിച്ച എന്തോ ഒരു പ്രശ്നം കാരണം ഇപ്പൊ ജോലിയെല്ലാം നിർത്തി സമാധാനമായിട്ട് ജീവിച്ചു പോരുകയാണ്. എന്നാൽ നമ്മുടെ ആളെ കാണുന്ന നേരം തന്നെ അങ്ങേര് ചോദിക്കും നിനക്കെന്താ വേണ്ടത്. ഹീറോ പറയും എന്റെ മകനെ കുറച്ച് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ കൊന്നു കളഞ്ഞു, അതെനിക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം. അതിന് അങ്ങേർക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇതെല്ലാം നീ ഇപ്പൊ എന്നോട് എന്തിനാണോ എന്ന് പറയുന്നത്. എന്നാൽ ഹീറോയുടെ ഈ ഒരു അവസ്ഥയിൽ അങ്ങേർക്ക് ഹീറോയെ വിട്ടുകൊടുക്കാനും പറ്റില്ല. അകത്തേക്ക് കയറി വരാൻ പറയും. ചേട്ടന്റെ ഭാര്യയാണെങ്കിൽ ഒരു ചൈനക്കാരിയാണ്. അകത്തേക്ക് ഹീറോ കയറി വരുമ്പോൾ തന്നെ എല്ലാത്തിനും നിയമങ്ങളാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാൻ വിചാരിച്ചാലോ അവിടെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയെല്ലാം ആംഗ്യം കൊണ്ട് കാണിക്കും. എന്തായാലും ചേട്ടൻ ചെന്നിരുന്ന് പറയും നിന്റെ മകനും നിന്റെ മകന്റെ ഒരു കൂട്ടുകാരനുണ്ട് തലതെറിച്ചവൻ ഡാനി, അവര് രണ്ടുപേരും കൂടെ വൈക്കിങ്ങിന്റെ മയക്കുമരുന്ന് കട്ടെടുത്തു. ഈ വൈക്കിംഗ് ആരാന്ന് ചോദിക്കുന്ന നേരം പറയും അവൻ സിറ്റിയിലെ വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരനാണ്. അവൻ മൂക്കൊലിപ്പിച്ച് നടക്കുന്ന കാലത്ത് മുതൽ അവനെ എനിക്കറിയാം. അവന്റെ അച്ഛന്റെ കീഴിൽ ഞാൻ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. എന്തായാലും നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ നീ നേരെ ചെന്ന് കയറാൻ പോകുന്നത് ആ വൈക്കിങ്ങിന്റെ വയലേക്കാണ്. അവനാണെങ്കിൽ ആളുകൾ ഉപദ്രവിക്കുന്നത് കൊന്നു കൊല വിളിക്കുന്ന ഒരു ഹരാണ്. അതിന് ഹീറോ പറയും അവൻ ആരായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവനെ കൊന്നുകളയും. അതിന് ചേട്ടൻ പറയും നിനക്കാരെങ്കിലും ഒക്കെ കൊല്ലാനും പറ്റുമോ. അതിന് ഹീറോ ഞാൻ ഇപ്പൊ തന്നെ 3 പേരെ കൊന്നു കഴിഞ്ഞു. എന്നാൽ അപ്പോഴാണ് ചേട്ടന്റെ ഭാര്യ അങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അവൾ വിചാരിക്കുന്നത് പണ്ട് ചേട്ടന്റെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നാ. അതിനാണ് അവൾ ചീത്ത പറയാ. എന്നാൽ അങ്ങേര് പറയും നീ വിചാരിക്കുന്ന പോലെയുള്ള ആളുകളൊന്നും അല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഞാൻ ഇനി ഒരു പ്രശ്നത്തിന് പോവില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ജീവിക്കും. അതിന് അവൾ ചേട്ടന്റെ മടിയിലിരുന്ന് ഒരു കിസ് എടുക്കും. എന്നാൽ ഹീറോയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുക. ഇതെല്ലാം കണ്ടു നിൽക്കണ്ടെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന നേരം ഭാര്യയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് വഴക്ക് പറയും. വേറെ എന്ത് ചെയ്യാൻ, അതെല്ലാം കണ്ടിരുന്നല്ലേ പറ്റൂ. ബിസിനസ്സുകാരൻ വൈക്കിംഗ് ആണെങ്കിൽ വീട്ടിലാകെ ടെൻഷൻ അടിച്ചിരിക്കുക. അവന്റെ കൂടെയുള്ള 3 ആളുകളാണ് ഇപ്പൊ മിസ്സായിരിക്കുന്നത്. എന്നാൽ അവൻ വിചാരിക്കുക ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് ബുള്ളിറ്റ് എന്ന് പറയുന്ന മറ്റൊരുത്തനാണെന്നാണ്. ഇവനെ പോലെ തന്നെ മയക്കുമരുന്ന് ബിസിനസ് ചെയ്യുന്ന അവന്റെ അച്ഛന്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ബുള്ളിറ്റ്. പണ്ട് വൈക്കിങ്ങിന്റെ അച്ഛൻ ഇവിടെ സാമ്രാജ്യം കെട്ടുപണിതുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്റെ കൂടെ ഉറ്റ സുഹൃത്തായി നിന്നിരുന്ന ആളാണ് ബുള്ളിറ്റ്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബുള്ളിറ്റിന് സ്വന്തമായിട്ടൊരു സാമ്രാജ്യം കെട്ടുപണിയാണെന്ന് തോന്നി. എന്നാൽ അച്ഛനോട് അത് പറഞ്ഞപ്പോൾ വൈക്കിങ്ങിന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അതിന് എതിർത്തൊന്നും നിന്നില്ല. എന്നാൽ ബുള്ളിറ്റ് ബിസിനസ് ചെയ്ത് വൈക്കിങ്ങിന്റെ അച്ഛന്റെ കാലശേഷം അങ്ങനെ വലിയ ബിസിനസ്സുകാരനായി മാറി. ഇപ്പൊ വൈക്കിങ്ങിന്റെ അതേ ലെവലിലാണ് ബുള്ളിറ്റ് നിൽക്കുന്നത്. സിറ്റിയിൽ ഇപ്പൊ അവർ 3 പേരാണ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ കൂടെയുള്ള 3 ആളുകൾ മിസ്സാകുമ്പോൾ അതെല്ലാം ബുള്ളിറ്റാണ് ചെയ്യുന്നതെന്നാണ് അവൻ വിചാരിക്കുക. അങ്ങനെ അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു മാല എടുത്ത് കാണിക്കും. പണ്ട് ബുള്ളിറ്റ് അവന്റെ അച്ഛന് കൊടുത്തിരുന്ന മാലയാണത്, അതിപ്പോ തിരിച്ചു കൊടുക്കാൻ നേരായെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും വൈക്കിങ്ങിന്റെ ടീമിലുള്ള 2 പേര് അവിടുന്ന് നേരെ ഒരു കഫേയിലേക്കാണ് ചെല്ലുക. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനായിരിക്കും നേരം അവിടെയുള്ള വെയിട്രസ് പെണ്ണ് വന്ന് എന്ത് വേണമെന്ന് ചോദിക്കും. എന്നാൽ ആ സുന്ദര കില്ലാടി അവളോട് സംസാരിച്ച് 2 മിനിറ്റ് കൊണ്ട് അവളെ വളയ്ക്കും. എന്നാൽ ഇത് കാണുന്ന കൂടെ ഉണ്ടായിരുന്ന വയസ്സായ മനുഷ്യൻ അവനോട് കാറിലെത്തുന്ന നേരം ചോദിക്കും ഇതെല്ലാം നീ എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനവൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്കറിയാലോ ഞാൻ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഓരോ ഹോട്ടലുകളിലാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം ഞാൻ എന്റെ റൂമിന്റെ മുന്നിൽ റൂം ക്ലീൻ ആക്കണം എന്ന് എഴുതി വെക്കും. അങ്ങനെ
ക്ലീനിങ് സ്റ്റാഫ് ആരെങ്കിലും വന്ന് അകത്തേക്ക് റൂമും തുറന്ന് കയറി വരുന്ന നേരം ഞാൻ നഗ്നനായിട്ട് കട്ടിലേക്ക് കിടക്കായിരിക്കും. എന്നിട്ട് ഒരു $20 എടുത്ത് ഞാൻ എൻ്റെ നടുക്കിൽ വെച്ച് അവളെ ഇങ്ങനെ നോക്കിയിരിക്കും. ആ നോട്ടം നോക്കിക്കൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ പിന്നെ അവൾ തിരിച്ചു പോയെന്ന് വരും. അതുകൊണ്ട് നോട്ടം മാറ്റാതെ നോക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പം നമുക്ക് ഊട്ടിക്ക് പോകാം, ഇല്ലെങ്കിൽ കിട്ടിയ ചട്ടുമായിട്ട് തിരിച്ചു പോരാം. അങ്ങനെ അവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അവർ കാത്തിരുന്നയാൾ അങ്ങോട്ട് വരുന്നത്. ബുള്ളറ്റിന്റെ മകൻ. അവനെ കിഡ്നാപ്പ് ചെയ്യാനാണ് അവർ ഇതുവരെ കാത്തിരുന്നത്. കൂടുതൽ സമയമൊന്നും എടുത്തില്ല. അവൻ അടിച്ചൊതുക്കി വണ്ടിയിൽ കയറ്റി നേരെ ബിസിനസ്മാൻ വൈക്കിങ്ങിന്റെ അടുത്തേക്കാണ് ചെല്ലുക. നീയും നിന്റെ തന്തയും കൂടെ എനിക്കിട്ടെന്തിനാ പണിയുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നേ, അത് ആദ്യം എന്നോട് പറ. അവനാണെങ്കിൽ അഭിമാനം വിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അവൻ ഉറച്ച സ്വരത്തിലാണ് ഇതെല്ലാം ചോദിക്കുക. എന്നാൽ അവന്റെ കയ്യിൽ ഇത് കൂടുതലൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാവുന്ന വൈക്കിങ് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഇപ്പൊ വലിയൊരു പ്രശ്നമാണ് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം നാട്ടിലെ പോലീസുകാരാണ് ആ ബോഡി കണ്ടുപിടിക്കുക. നാടിന്റെ പേര് എഴുതിയ ബോർഡിൽ ആ ബോഡി കെട്ടിത്തൂക്കി വെച്ചിരിക്കുക. ദൂരെ നിന്നാണെങ്കിൽ ബുള്ളറ്റും ടീമും അത് കാണുന്നുണ്ട്. ആ നരച്ച മുടിയിൽ കാളയുടെ വാല് പോലെ നീട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന മുടിയുള്ളയാളാണ് ബുള്ളറ്റ്. എന്നാൽ ആ ബോഡിയിൽ വെച്ച് പണ്ട് ബുള്ളറ്റ് വൈക്കിങ്ങിന്റെ അച്ഛന് കൊടുത്തിരുന്ന മാല ബുള്ളറ്റിന് കിട്ടും. അത് കാണുമ്പോൾ മനസ്സിലായി ഈ പണി ചെയ്തു വെച്ചിരിക്കുന്ന വൈക്കിംഗ് ആണെന്ന്. എന്നാൽ അന്ന് രാത്രി ആ പോലീസുകാരനോട് വന്ന് പറയും, ഈ നാട്ടിൽ ഇപ്പൊ എന്താണെന്നോ സംഭവിക്കുന്നത്, അതെല്ലാം ഞാൻ 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കി. വൈക്കിങ്, ബുള്ളറ്റ് എന്നിങ്ങനെ 2 മാഫിയ തലവന്മാരുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. ഈ വൈക്കിങ്, ബുള്ളറ്റ് എന്നുള്ള പേരുകൾ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അത് ആരാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഈ പോലീസുകാർക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അവളുടെ പണ്ടത്തെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹീറോയോട് ചേട്ടൻ പറയും, അവരെല്ലാവരെയും എതിർക്കാനായിട്ട് നീ നിന്നാ നിനക്ക് അതിനൊന്നും പറ്റില്ല. നീ ഇപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നിനക്കൊരു വാടക കൊലയാളിയാണ് വേണ്ടത്. അതിന് പറ്റിയൊരുത്തനുണ്ട്. അവന്റെ പേരാണ് എസ്കിമോ. അവൻ വന്നാൽ പിന്നെ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ക്ലീൻ ആയി ചെയ്തുതരും. നീ ഒന്നും അറിയേണ്ട കാര്യമല്ല. വാടക കൊലയാളി, അതായത് ഹിറ്റ്മാനെയൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്ന നേരം ഹീറോക്ക് ആദ്യം അത് അത്രക്കങ്ങ് ഇഷ്ടപ്പെടില്ല. പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, കാശ് കൊടുത്താൽ പണിയെല്ലാം ചെയ്ത് തീരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയെന്ന് വിചാരിച്ച് അതിനൊക്കെ പറയും. എന്നാൽ ഹീറോ ചേട്ടനോട് ചോദിക്കും, ഇതെന്താ ഇവന്മാർക്കൊക്കെ ഇതുപോലെയുള്ള പേര്, വൈക്കിങ്, ബുള്ളറ്റ്, എസ്കിമോ? അങ്ങനെയാണെങ്കിൽ നിനക്കൊരു പേരുണ്ടാവുമല്ലോ. അതിന് ചേട്ടൻ പറഞ്ഞു കൊടുക്കും, എന്റെ പേരാണ് വിങ് മാൻ. ചേട്ടന്റെ ശരിക്കുള്ള പേര് റീവ് കോക്സ്മാൻ എന്നാണ്. ഹീറോയുടെ പേര് നീൽസ് കോക്സ്മാൻ. അങ്ങനെ അടുത്ത ദിവസം തന്നെ വാടക കൊലയാളി എത്തി. ഹീറോ അങ്ങേരെയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഹോട്ടലിലേക്കാണ് കയറി ചെല്ലുക. ഇതെന്താ പഴയ ഹോട്ടൽ എന്ന് ചോദിക്കുന്ന നേരം പറയും, നാട്ടിലൊക്കെ വലിയ വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക, വേറെ എവിടെയും റൂം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ അവിടെ വെച്ച് അവൻ ചെയ്യേണ്ട ജോലിയുടെ പാതി കാശ് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നേരം അവൻ പെട്ടെന്ന് തന്നെ ഹീറോയുടെ കഴുത്തിൽ ഗണ്ണ് വെക്കും. നീ പോലീസ് അല്ലെന്ന് ചോദിച്ച് ഗണ്ണെല്ലാം തെരഞ്ഞു നോക്കുന്ന നേരം ഗണ്ണൊന്നും കാണില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വാടക കൊലയാളികൾക്ക് നാട്ടുനടപ്പനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട കാശിന്റെ 2/3 ഭാഗം കൊടുക്കണം. എന്നാൽ പോലീസുകാർക്ക് ഇത് അറിയില്ല. അവരുടെ വിചാരം ജോലിയുടെ പാതി കാശാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതെന്നാണ്. അതുകൊണ്ടാണ് ഹീറോയോട് അങ്ങനെ ചോദിച്ചേ. എന്തായാലും നമ്മുടെ ആള് പറയും, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയാഞ്ഞിട്ടാണ്. എന്തായാലും 3/2 വേണമെങ്കിൽ ഞാനത് തരാലോ. എന്നിട്ട് ആ കാശ് അവന്റെ കയ്യിലേക്ക് വെച്ചെടുക്കും. അങ്ങനെ ഈ ജോലി ഏറ്റെടുക്കുന്ന എസ്കിമോ നേരെ വൈക്കിങ്ങിന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. ഒരു ഡീൽ ഉണ്ടെന്ന് പറഞ്ഞാണ് അകത്തേക്ക് കയറി ചെല്ലുക. എന്നിട്ട് അവന്റെ അടുത്ത് ചെന്നിരുന്ന് പറയും, നിന്നെ കൊല്ലാനായി ഒരുത്തം പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ എനിക്ക് $90,000 തന്നാ അവന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതിന് വൈക്കിങ് പറയും, അതാ ബുള്ളറ്റിന്റെ ആളുകളല്ലേ, അതെനിക്കറിയാം. അതിന് എസ്കിമോ, ബുള്ളറ്റിന്റെ ആളുകൾ ഇന്ത്യൻസ് ആണ്, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരല്ല, അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് എന്ന് പറയില്ലേ, അമേരിക്കയിലെ ഗോത്ര വിഭാഗം, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരങ്ങനെയൊന്നും ചെയ്യില്ല, അത് വേറെ ഒരുത്തനാണ്. എന്തായാലും വൈക്കിങ്ങിന് ആളുടെ പേര് കിട്ടിയല്ല പറ്റൂ. അങ്ങനെ അവൻ പറഞ്ഞ കാശ് അവന്റെ അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കും. അങ്ങനെ അവൻ ആ പേര് പറഞ്ഞെടുക്കും, കോക്സ്മാൻ. എന്നാൽ വൈക്കിങ്ങിന് കോക്സ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വിങ്മാൻ, അതായത് ഹീറോയുടെ ചേട്ടനെയാണ് ഓർമ്മ വരിക. ശരിക്കും എസ്കിമോ ഹീറോയുടെ പേരാണ് പറഞ്ഞെടുത്തത്. പക്ഷെ വൈക്കിങ്ങിന് ആ പേരിൽ ഒരാൾ മാത്രമേ അറിയൂ, അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന വിങ്മാനെ. കാരണം അങ്ങേരുടെ പേരും ഹീറോയുടെ പേര് പോലെ തന്നെയാണല്ലോ, റീവ് കോക്സ്മാൻ. അങ്ങേര് ഇപ്പൊ എന്നോട് ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എസ്കിമോ പറയും, അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്. അതിന് വൈക്കിങ് അവനോട് ചോദിക്കും, നിന്റെ പേരെന്താണ് എസ്കിമോ എന്ന്. അതിനവൻ പറയും, ഞാൻ തണുപ്പുള്ള നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. തണുപ്പുള്ള നാട്ടിൽ നിന്ന് വന്ന് തണുപ്പുള്ള നാട്ടിലുള്ള ആളുകളെ എല്ലാവരെയും ഞാൻ കൊല്ലും, അതുകൊണ്ടാണ് എനിക്ക് ആ പേര് തന്നിരിക്കുന്നത്. അതിന് വൈക്കിങ് അവനോട് ചോദിക്കും, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്നെ കൊല്ലണം എന്ന് ഒരാൾ പ്ലാൻ ചെയ്തു, ആ കാര്യം നിന്നോട് പറയുകയും ചെയ്തു, എന്നിട്ട് നീ അങ്ങേരെ പറ്റിച്ച് എന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. അങ്ങനെ വെച്ച് നോക്കുന്ന നേരം നീ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് നിന്നല്ലേ വരുന്നത്. ഇത് കേൾക്കുന്ന എസ്കിമോക്ക് ആകെ കൂടെ പേടിയാകും. എന്തോന്ന് വരാൻ പോകുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. പിന്നെ നമ്മൾ കാണുന്നത് അവരെല്ലാവരും കൂടെ അവിടെയുള്ള കർട്ടൻ എല്ലാം നീക്കി അവനെ കൊന്നു കളയുന്നതാണ്. അങ്ങനെ അവന്റെ ബോഡി എടുത്ത് വൈക്കിങ്ങിന്റെ വലം കൈ ആയിട്ടുള്ള മൊട്ടച്ചേട്ടനും കൂടെയുള്ള ഒരുത്തനും കൂടെ കാറിൽ കയറ്റി അങ്ങോട്ടോ കൊണ്ടുപോകാനായി നിൽക്കുകയാണ്. അങ്ങനെ അവർ കാറിന്റെ മുന്നിലെ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ 2 പേരും പ്രണയത്തിലാണ്. എന്തായാലും ബിസിനസ് കളിക്കാൻ വന്ന എസ്കിമോ ഇപ്പൊ പെട്ടിയിലായി. ഇവിടെ എസ്കിമോ ഹീറോയോട് പറഞ്ഞിരിക്കുന്നത് വൈക്കിങ്ങിനെ കൊന്ന അപ്പം തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹീറോ ആണെങ്കിൽ ഇന്റർനെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്ന നേരം വൈക്കിങ് പുതിയ ബിൽഡിംഗ് എല്ലാം ഉദ്ഘാടനം ചെയ്തതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് കാണുന്നത്. ഇതേ സമയത്താണ് വൈക്കിങ്ങിന്റെ മനസ്സിൽ അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ഹീറോയുടെ ചേട്ടനാണല്ലോ, വിങ്മാൻ ആണല്ലോ ശ്രമിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെ ടീമിനെ ആയിട്ട് വിങ്മാന്റെ വീട്ടിലേക്ക് വരും. ആളെ കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റും. എന്നാൽ വിങ്മാന് മനസ്സിലായി പണി എന്തോ ഒന്ന് പാളിയിട്ടുണ്ടെന്നുള്ള കാര്യം. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കാറിൽ കൂടെ ചെല്ലുകയും ചെയ്യും.
ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നാൽ വലിയ പ്രശ്നമല്ലായിരുന്നോ? എന്നാൽ ചേട്ടൻ പറയും, വിങ്മേ പറയും, അതെന്താന്ന് നീ തന്നെ കണ്ടുപിടിക്കടാ ഉളുപ്പുണ്ടെങ്കിൽ. ഹീറോയുടെ ചേട്ടന് അവനോട് എന്തിനാണ് ഇത്രയും വലിയ ദേഷ്യം എന്ന് വെച്ചാൽ പണ്ട് വൈക്കിങ്ങിന്റെ അച്ഛന്റെ കൂടെ അങ്ങേര് ജോലി ചെയ്തിരുന്നല്ലോ. അന്ന് ഇങ്ങേരുടെ ഭാര്യയെ വൈക്കിങ്ങിന്റെ അച്ഛൻ കീശലാക്കി മെല്ലെ കൊണ്ടുപോയി. എന്നാൽ അതിൽ അങ്ങേർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അങ്ങേര് ജോലിയും വിട്ട് തിരിച്ചു പോന്നെ. എന്നാൽ വൈക്കിങ്ങിന്റെ ഉള്ളിലും അങ്ങേരുടെ അതേ രക്തമാണല്ലോ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് വൈക്കിങ് ചിരിക്കുന്ന നേരം അങ്ങേര് ചിരിക്കുന്ന പോലെ അവന്റെ അച്ഛൻ ചിരിക്കുന്ന പോലെയൊക്കെയാണ് വിങ്മേനെ തോന്നുക. അതുകൊണ്ടാണ് അവനോട് ഇത്രയും ദേഷ്യം. അതിന് വൈക്കിങ് ചോദിക്കും, നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയതിനാണോ നിങ്ങളിപ്പോൾ എന്നോട് ഇത്രയും വലിയ മാരകമായ പണി ചെയ്തിരിക്കുന്നത്? അതിന് അങ്ങേര് പറയും, ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും. നിനക്കും നിന്റെ തന്തയ്ക്കും ചിലപ്പോൾ അതെന്താന്ന് മനസ്സിലാവില്ല. എന്നാൽ അവൻ ചിരിച്ചോണ്ട് മരിക്കാൻ പോകുന്ന നേരവും ഇതുപോലെ ധൈര്യം കാണിക്കണം എന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് വിങ്മാൻ മരിച്ചു എന്നുള്ള വിവരമാണ്. അങ്ങനെ ഹീറോയാണ് അങ്ങേരുടെ മരണച്ചടങ്ങെല്ലാം ചെയ്തെടുക്കുന്നത്. എന്നാൽ അങ്ങേരുടെ കൂടെ ഇപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, ഒരു ചൈനക്കാരി. അവൾ അങ്ങേരുടെ കല്ലറയ്ക്ക് മേലേക്ക് തുപ്പി കെട്ടും പാടങ്ങളുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അവർക്ക് അത്രയേ ഉള്ളൂ വിങ്മാൻ എന്നൊക്കെ പറഞ്ഞ. അതേസമയം ബുള്ളറ്റിന്റെ സങ്കേതമാണ് കാണിക്കുന്നത്. അവരാകെ ചർച്ചയിലാണ്. എങ്ങനെയാണ് ഇതിനെല്ലാം വൈക്കിങ്ങിനോട് പ്രതികാരം ചെയ്യാന്നാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ബുള്ളറ്റ് പറയും, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര. അതായത് അവന്റെ മകനെ കൊല്ലണം എന്നാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം ഹീറോ വൈക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അവന്റെ വീടുള്ള ഭാഗത്തേക്ക് കുറച്ച് പുല്ലും കാടുവയ്ക്കുള്ള ഭാഗത്ത് വന്ന് ഒളിഞ്ഞു നോക്കും, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മകന്റെ റൂമിന് മുന്നിൽ എഴുതി വെച്ച് കണ്ട് മനസ്സിലാകും അവൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. വൈക്കിങ്ങിനാണ് ഹിറ്റ്മാൻ എസ്കിമോ വന്ന് പറഞ്ഞപ്പോഴാണല്ലോ മനസ്സിലായത് ഇന്ത്യൻസ് അല്ല, ബുള്ളറ്റ് അല്ല അവന്റെ ആളുകളെ കൊന്നേന്ന്. പക്ഷെ അതിന്റെ പ്രതികാരം എന്ന പോലെ ബുള്ളറ്റിന്റെ മകൻ അവർ കൊന്നുകളയും ചെയ്തല്ലോ. ഇനിയിപ്പോൾ അതിനെന്താണ് ചെയ്യാന്നാണ് അവരെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അന്നേരം കൂടെയുള്ള ഒരുത്തം പറയും, ബുള്ളറ്റിന് നമ്മളൊരു കത്തയച്ചാലോ, നമുക്കറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലോ എന്ന്. അതാരാ പറയുന്നതെന്ന് വെച്ചാൽ ആ മൊട്ടച്ചേട്ടന്റെ കാമുകനില്ലേ, അങ്ങനെയാണ് പറയുന്നത്. വൈക്കിങ്ങിനും ഇതൊരു നല്ല ആശയമാണെന്ന് തോന്നും. അതുകൊണ്ട് ആദ്യം തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അതെന്തിനാന്ന് വെച്ചാൽ ഇനി അവന്റെ തല വെട്ടി ബുള്ളറ്റിന് ഗിഫ്റ്റ് ആയിട്ട് അയക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ മകനെ കൊന്നത് ഇവനാണ്, ഇവൻ ഇമാതിരി പണിയെടുത്തത് കൊണ്ട് തന്നെ അവനെ ഞങ്ങൾ കൊന്നു കളഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അവർ വരുത്തി തീർക്കാൻ തീരുമാനിക്കുക. ഇതേ സമയം ബുള്ളറ്റിന്റെ ടീമാണെങ്കിൽ വൈക്കിങ്ങിന്റെ മകനെ കൊല്ലാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ സ്കൂളിന് മുന്നിൽ വന്ന് അവൻ എങ്ങനെയാണ് സ്കൂൾ വിട്ടു പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത് എന്നെല്ലാം വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ കണ്ട പോലീസുകാരില്ലേ, അവരാണെങ്കിൽ ഈ കേസിന്റെ പിന്നാലെയാണ് നടക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, ഹീറോയുടെ മകന്റെ കൂട്ടുകാരൻ ഡാനി ഇല്ലേ, അവനെ കൊല്ലപ്പെട്ട രീതിയിൽ ഒരു ഓടയിൽ വെച്ച് കിട്ടിയെന്ന്. അപ്പോഴാണ് ആ പോലീസ് പെണ്ണിന് ഓർമ്മ വരിക, ഈ ഡാനി എന്ന് പറഞ്ഞ ഹീറോയുടെ മകന്റെ കൂട്ടുകാരനാണ്. മകനാണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ചിലപ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം ഹീറോ ആണോ കളിക്കുന്നതെന്നുള്ളൊരു സംശയം അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഹീറോയെ കാണാനായിട്ട് നമ്മുടെ ആളുടെ അടുത്തേക്ക് ചെല്ലും. ഹലോ സാർ, നിങ്ങൾക്ക് ഡാനി അറിയോ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഡാനി എനിക്ക് അറിയാം, പക്ഷെ അവനെ കൂടുതൽ പരിചയമൊന്നുമില്ല. അതെന്താ അങ്ങനെ? നിങ്ങളുടെ മകന്റെ കൂട്ടുകാരനല്ലേ, മകൻ അവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഹീറോ പറയും, അവനെക്കുറിച്ചൊരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ മകൻ ലഹരി ഉപയോഗിച്ചാണ് മരിച്ചതെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. ഇതെല്ലാം കേൾക്കുന്ന ഹീറോക്ക് മനസ്സിലായി അവൾക്ക് തന്നോട് എന്തോ ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യം. അതിന് ഹീറോ ആദ്യമേ അവളോട് പറയും, മാഡം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സഹായം എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എനിക്കുള്ളൊരു സഹായം നിങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ വൈക്കിങ്ങിന്റെ ടീമിലുണ്ടായിരുന്ന ഒരു അപ്പാപ്പൻ വൈക്കിങ് ഷൂട്ട് ചെയ്ത് കൊന്ന പ്രശ്നങ്ങളെല്ലാം തലക്കി കയറ്റി വെച്ച മൊട്ടച്ചേട്ടന്റെ കാമുകനില്ലേ, അവന്റെ തല വെട്ടി ഒരു അപ്പാപ്പന്റെ കയ്യിൽ ബുള്ളറ്റിന്റെ അടുത്തേക്ക് അയക്കും. അങ്ങനെ ആ പെട്ടിയും കൊണ്ടു ചെന്ന് ആ തല പുറത്തെടുത്ത് കാണിച്ചു കൊടുത്ത് പറയും, ഇവനാണ് നിങ്ങളുടെ മകനെ കൊന്നിട്ടുള്ളത്. ഇവൻ ഇമാതിരി പണിയെടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഞങ്ങൾ കൊന്നു, ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ബുള്ളറ്റ് മണ്ടനൊന്നും അല്ലല്ലോ. അങ്ങേർക്ക് കാര്യം അപ്പം തന്നെ മനസ്സിലായി. അങ്ങയുടെ തല താഴ്ത്തി പിടിച്ച് ടേബിളിന് അടിയിൽ കൂടെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് അങ്ങനെ കൊന്നുകളയും. അന്ന് വൈകുന്നേരം വീണ്ടും ബുള്ളറ്റിന്റെ ടീം വൈക്കിങ്ങിന്റെ മകനെ തട്ടിക്കൊണ്ടുവരാൻ സ്കൂളിന് മുന്നിലെത്തും. അന്നത്തെ ദിവസം ഭാര്യയാണ് മകനെ കൊണ്ടുപോകേണ്ടത്. എന്നാൽ അവരങ്ങനെ കാത്തിരിക്കുന്ന നേരം കോട്ടും സ്യൂട്ടും എല്ലാം ഇട്ട് ഹീറോ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നമ്മുടെ ആളുടെ പരിപാടിയും സെയിം പരിപാടിയാണ്. എന്നാൽ ഹീറോ അങ്ങോട്ട് ചെന്ന കാര്യം ബുള്ളറ്റിന്റെ വലം കൈയും കൂടെയുള്ള ആളും മനസ്സിലാക്കിയിട്ടില്ല. മകനോട് ഇന്ന് ഞാനാണ് നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്ന നേരം അവൻ പറയും, ഇന്ന് അമ്മയല്ല എന്നെ കൊണ്ടുപോകേണ്ടത്. അതിന് ഹീറോ, നിന്റെ അമ്മയുടെ പല്ലിന് നല്ല കേടുണ്ട്, അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യാനായിട്ട് പോയിട്ടിരിക്കുക. അതുകൊണ്ട് നിന്റെ അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ നിങ്ങൾക്ക് കാറല്ലേ കൊടുത്തയക്കുക, അല്ലാതെ വാനല്ലല്ലോ എന്ന് ചോദിക്കുന്ന നേരം കാർ ഇന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വാനിൽ പോകണമെന്ന് പറഞ്ഞ് വാനിലേക്ക് കയറ്റും. എന്നാൽ അപ്പോഴാണ് അവർ ഹീറോ മകനെയും കൊണ്ടുപോകുന്നത് കാണാം. അവരപ്പം തന്നെ വണ്ടി എടുത്ത് ഹീറോയുടെ തൊട്ടു പിന്നാലെ വെച്ച് പിടിക്കും. എന്നാൽ വാനിൽ പോകുന്ന നേരം മകൻ ഹീറോയോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ എന്ത് കൂട്ടുകാരനാണ്, അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനൊന്നും വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് ഹീറോ, ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെ ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ പഴയൊരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് വാൻ ഓടിക്കും. എന്നാൽ തൊട്ടു പിന്നാലെ അവർ വരുന്ന കണ്ട് ഹീറോ കുറച്ചുകൂടെ വേഗത്തിൽ ഓടിക്കും. വാന് പറപ്പിച്ചോടിക്കുന്ന കാര്യത്തിൽ ഹീറോ വലിയ പുലിയൊന്നുമല്ല, വളഞ്ഞും പൊളഞ്ഞൊക്കെയാണ് പോകുന്നത്. എന്നാൽ പോയതിന്റെ തൊട്ടു പിന്നാലെ ഒരു സ്കൂൾ ബസ് അങ്ങോട്ട് കയറി വരുന്നോണ്ട് തന്നെ പിന്നിലുള്ള ടീമിന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ കാര്യം അറിയുന്ന വൈക്കിങ് വീട്ടിലാകെ ടെൻഷൻ അടിച്ചിരിക്കുക. അങ്ങനെ പറയും, നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ഇതുപോലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ അവന്റെ തന്തയാണ് വിളിക്കേണ്ടത്, ഇതുവരെ കോൾ വന്നില്ല. അങ്ങനെ ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് ഭാര്യ അങ്ങോട്ട് കയറി വരുന്നത്. അവൾ വിചാരിച്ച് വൈക്കിംഗ് ആണ് ഇന്ന് മകനെ കൊണ്ടുപോയിട്ടുള്ളതെന്നാണ്. ഇന്ന് ഞാനല്ല അവനെ കൊണ്ടുപോകേണ്ട ദിവസം, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇമാതിരി പണിയെടുത്ത് വെച്ചേ? അങ്ങനെ അവൾ കാര്യം അറിയാതെ ഇതിനെക്കുറിച്ച് ദേഷ്യപ്പെടുന്ന കാണുന്ന നേരം അവൻ ദേഷ്യം വന്ന് മുഖത്തൊരൊറ്റ അടി അടിക്കാനായിട്ട് ഓങ്ങും. എന്നാൽ അവൾ താഴ്ന്നു മാറി അവന്റെ കേന്ദ്രത്തിലിട്ട് തന്നെ
പിടിക്കും. ഇതേ സമയം ബുള്ളറ്റിന്റെ ടീമിന് ഒരു ഇൻഫർമേഷൻ വരും. അത് ആരാണ് അയച്ചു കൊടുക്കുന്നതെന്ന് അറിയില്ല. എന്തോ ഒരു ഇൻഫർമേഷൻ എത്തി. സംഭവം എന്താന്ന് വെച്ചാൽ വൈക്കിങ്ങിന്റെ ടീമിലുണ്ടായിരുന്ന ഒരു സുന്ദര കില്ലാടി ഇല്ലേ, ഹോട്ടലിലെ വെയിട്രസ് ചേച്ചിമാരെ എല്ലാം സിമ്പിൾ ആയിട്ട് വളയ്ക്കുന്ന, അവൻ ഏതൊരു ഹോട്ടലിൽ ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ അവർ ആ ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കും. എന്നാൽ ആ ഹോട്ടലിൽ സുന്ദര കില്ലാടി അവൻ പറഞ്ഞ ആ പരിപാടി എടുത്തോണ്ടിരിക്കുക. റൂമിന് മുന്നിൽ തന്നെ റൂം ക്ലീൻ ചെയ്യണമെന്ന് എഴുതി വെച്ച് അകത്ത് നഗ്നനായി കാശെല്ലാം എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ബുള്ളറ്റിന്റെ ടീമിലുണ്ടായിരുന്നവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ഈ റൂം തുറക്കട്ടെ എന്ന് ചോദിക്കുക. എന്നാൽ അവർ സമ്മതിക്കില്ല. അവർക്ക് കുറച്ച് കാശ് വെച്ച് കൊടുക്കുന്ന നേരം ഓക്കെ എന്ന് പറയും. അങ്ങനെ അവർ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം കാണുന്നത് അവൻ അങ്ങനെ കിടക്കുന്ന. അവർ വിചാരിച്ചിരിക്കുന്നത് അകത്ത് കയറിയാൽ പിന്നെ എന്തെങ്കിലും ഒരു സംഘടന വേണമെന്നൊക്കെയാണ്. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരാകെ കൂടെ ചിരിച്ച് പിന്നെ ഒരൊറ്റ ഷോട്ടാണ്. അതെവിടെയാ കൊണ്ടുവന്ന് ആ കറൻസി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വൈക്കിങ്ങിന്റെ വീട്ടില് ഭാര്യ ആകെ കൂടെ ബഹളാണ്. അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മകനെ കാണുന്നില്ല, ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. അവൾ പോലീസിൽ കേസ് കൊടുക്കാന്ന് പറയുന്ന നേരം വൈക്കിങ് സമ്മതിക്കില്ല. 24 മണിക്കൂർ അതിനുള്ളിൽ അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ പോലീസിന് കേസ് എടുത്തോ, പക്ഷെ അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അങ്ങനെ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഇവിടെ സന്ധ്യയായപ്പോൾ ഹീറോ സിറ്റിയിൽ നിന്നും സ്വന്തം വീട്ടിലെത്തി. അങ്ങനെ മകനെയും കൊണ്ട് വീടിനകത്തേക്ക് കയറി ചെന്ന് അവൻ എന്തെങ്കിലും ഭക്ഷണം എടുക്കട്ടെ എന്നും പറഞ്ഞ് ഭക്ഷണം കൊണ്ട് വെക്കുന്ന നേരം അവൻ പറയും എന്നെ വാനിൽ കയറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ മിടുക്കാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എന്നാൽ അപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക അവനും കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. ഹീറോ പറയും നിന്റെ അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവർ മോശം ആൾക്കാരാണ്. എന്നാൽ ഇത് കേൾക്കുന്ന നേരം അവൻ നല്ല ചിരിയാ. കുറച്ച് കഴിഞ്ഞ് ഹീറോ അവനെ റൂമിൽ കയറ്റി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരം അവൻ പറയും ഞാൻ ഇവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചുറ്റും നിനക്ക് വേറൊരു വീടും കണ്ടുപിടിക്കാൻ പറ്റില്ല, നീ മരവിച്ച് മരിച്ചു പോകും. അതുകൊണ്ട് നീ അതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അവൻ പറയും ഞാൻ കിടന്നുറങ്ങണേ, എനിക്ക് നിങ്ങളൊരു കഥ പറഞ്ഞു തരണം. അതിലൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയെങ്കിലും പിന്നെ നമ്മൾ കാണുന്നത് അവന് കഥ പറഞ്ഞു കൊടുക്കുന്ന ഹീറോയാണ്. പറഞ്ഞു കുറേ നേരം കഴിയുന്ന നേരം അവന്റെ കൂടെ ഹീറോ പിന്നെ കിടക്കാണ്. എന്നാൽ എനിക്ക് പോകണം, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കുന്ന നേരം അവൻ ഹീറോയുടെ കയ്യിലേക്ക് കയറി കിടക്കും. പിറ്റേന്ന് രാവിലെ വൈക്കിങ്ങിന്റെ വീട്ടിലേക്ക് മകന്റെ സ്കൂളിലെ സെക്യൂരിറ്റി വരും. അങ്ങേര് പറയും നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോയത് ആരാന്ന് എനിക്കറിയാം, ഞാൻ അവനെ മുന്നേ കണ്ടിട്ടുണ്ട്. കുറച്ചു മുന്നേ ഞാനും എന്റെ ഫാമിലിയും ഒരു മഞ്ഞിന്റെ കുഴിയിൽ പെട്ടുപോയപ്പോൾ അതേ വേനിൽ വന്ന് അവൻ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ സഹായം ചെയ്ത ഒരാളെ എന്തിനാണ് അങ്ങേര് ഒറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിന് കാശ് കിട്ടുമെന്ന് അങ്ങേർക്കറിയാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം ഹീറോയുടെ പേരും പറഞ്ഞു കൊടുക്കും, നീൽ കോക്സ്മാൻ. എന്നാൽ അപ്പോഴാണ് വൈക്കിങ്ങിന് മനസ്സിലാവുക ഇവിടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കോക്സ്മാന് ഒരു അനിയൻ ഉണ്ടായിരുന്നു. ആ കോക്സ്മാനാണ് ഇമാതിരി പണി ചെയ്തതെന്ന്. ഓക്കെ, നിങ്ങൾ ഈ ഇൻഫോർമേഷൻ എനിക്ക് തന്നതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് തരണമെന്ന് ചോദിക്കും. എനിക്ക് $10,000 മതിയെന്ന് അങ്ങേര് പറയുന്ന നേരം 10,000 അല്ലേ, 10,000 തന്നെ ആയിക്കോട്ടെ, ഒട്ടും കുറയേണ്ടെന്ന് പറയും. പിന്നെ അവൻ മരിച്ചെന്നുള്ള വിവരമാണ് നമ്മൾ അറിയാം. ഇതേ സമയം മഞ്ഞുമലയിൽ ബുള്ളറ്റും ടീമും അടുത്ത ഇൻഫോർമേഷനായി കാത്തിരിക്കുകയാണ്. അവർക്ക് ആരാണ് ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ അയച്ചു കൊടുക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ അതിനായിട്ട് കാത്തിരിക്കുക. കൂടെയുള്ള ആളുകളെല്ലാവരും മഞ്ഞിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരം അതിലൊരുത്തൻ മാത്രം അവിടെ പാരച്യൂട്ടിൽ ഗ്ലൈഡറിൽ പോയിക്കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് ചെന്ന് എനിക്കത് ഓടിക്കണമെന്ന് പറയും. എന്നാൽ അങ്ങേര് ചോദിക്കും നിങ്ങൾക്കിത് ഓടിക്കാനൊക്കെ അറിയോ? ഡാഡാ ഞാൻ ജീവിക്കുന്ന തന്നെ ഇതിൽ കൂടെ പറക്കാനാന്ന് പറഞ്ഞ് അതും മേലെ സെറ്റ് ചെയ്ത് അവൻ പറക്കാൻ തുടങ്ങും. എന്നാൽ വിചാരിച്ച പോലെയല്ല, അവൻ നന്നായിട്ട് പറക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോക്കറിയാം വൈക്കിംഗ് ഹീറോയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ കാറിൽ വരുന്ന നേരം അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ ഹീറോ ഗണ്ണെല്ലാം വെച്ച് ലൊക്കേഷൻ എല്ലാം റെഡിയാക്കി ഇരിക്കുക. എന്നിട്ട് അവനെ കോൾ ചെയ്ത് ഹീറോയുടെ വീടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങോട്ട് വന്നാൽ നിന്റെ മകനെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവൻ അപ്പോഴേക്ക് അങ്ങോട്ടുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞു. ഇവിടുന്ന് 3 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഹീറോ മകന്റെ കൂടെ മഞ്ഞു വണ്ടിയിൽ അങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ ഹീറോയുടെ വീട്ടിലെത്തുന്നത്. അവിടെ തെരഞ്ഞു നോക്കുന്ന നേരം അവിടെ ആരും കാണുന്നില്ല. നമ്മളെ പോലീസുകാർ ഹീറോ നിൽക്കുന്ന വഴി കൂടെ പോകുന്ന നേരം കയ്യിൽ മകനെ കണ്ട് ഇത് ആരാന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആള് പറയും ഇവൻ എൻ്റെ അമ്മയുടെ ചേട്ടന്റെ മകന്റെ മകനാണ്, അവര് സിറ്റിയിലായിരുന്നു, ഇങ്ങോട്ട് ഇപ്പൊ കാണാൻ വന്ന. അതിന് അങ്ങേര് പറയും ശരിയാണ്, സിറ്റിയിലുള്ളവരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മനസ്സിന് ഒരു സമാധാന. അവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളുടെ വീടിന് മുന്നിൽ ഇഷ്ടംപോലെ കാറുകളെല്ലാം കണ്ടു. എന്നാൽ അപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക അവർ വീട്ടിലെത്തി എന്നുള്ള കാര്യം. ഇതേ സമയം വീട്ടിലെത്തിയ വൈക്കിംഗ് ടീം ഹീറോയുടെ വീട് ആകമാനം പരിശോധിച്ച് നോക്കുന്ന നേരം അവിടെ നിന്നും ഹീറോ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഒരു ഫോട്ടോ കിട്ടും. ഹീറോ ജോലി ചെയ്യുന്ന ഇവിടെ നിന്നാന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ അപ്പം തന്നെ ആ ലൊക്കേഷനിലേക്ക് വെച്ച് പിടിക്കും. എന്നാൽ അവരുടെ കൂടെ നമ്മുടെ മൊട്ടച്ചേട്ടൻ പോകുന്നില്ല. വൈക്കിങ്ങിന്റെ വലം കൈയില്ലേ മൊട്ടച്ചേട്ടൻ, അങ്ങേര് പോകുന്നില്ല. അങ്ങേര് ബുള്ളറ്റിന്റെ ടീമിനെ വിളിച്ചു പറയും അവരെല്ലാവരും കൂടെ ഇപ്പോൾ ഹീറോയുടെ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടെന്ന്. അവർക്ക് ഇതുവരെ ഇൻഫോർമേഷൻ കൊടുത്തോണ്ടിരുന്ന ആള് നമ്മുടെ മൊട്ടച്ചേട്ടനാണ്. അങ്ങേര് എന്തിനിങ്ങനെ ചെയ്യുന്നു വെച്ചാൽ അങ്ങേരുടെ കാമുകനെയാണല്ലോ വൈക്കിംഗ് കൊന്നിരിക്കുന്നത്. ഇവിടെയാണ് ഹീറോ വൈക്കിംഗ് വരുന്നതും കാത്തിരിക്കുക. അവന്റെ കാർ വരുന്ന നേരം അതിനെ എയിം ചെയ്ത് നിൽക്കും, ഗണ്ണുകൊണ്ട് എയിം ചെയ്ത് നിൽക്കും. അപ്പോഴാണ് മകൻ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരിക. അവനോട് അകത്ത് തന്നെ നിൽക്കാനായി പറഞ്ഞാണ്, പക്ഷെ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. മോനെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പുറത്തേക്ക് ഇറങ്ങി വരല്ലേ എന്ന്, പെട്ടെന്ന് നിന്നങ്ങോട്ട് വാന്നു പറഞ്ഞ് അവനെ ജോലി സ്ഥലത്തിന്റെ മേലെയുള്ള ചെറിയൊരു ഷെഡിൽ കൊണ്ട് ചെന്നിരുത്തും. അന്നേരം അവൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അതിന് ഹീറോ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടല്ല, ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ നടക്കാൻ പോവുക, അതുകൊണ്ട് നീ അതൊന്നും കാണാൻ പറ്റില്ല, നീ ഇവിടെ തന്നെ ഇരിക്കും. എന്നാൽ ഇനി ഹീറോക്ക് പുറത്തേക്ക് ഓടിച്ചെന്ന് ഗണ്ണെയും ചെയ്ത് നിൽക്കാനുള്ള സമയമല്ല. ആ സമയമായപ്പോഴേക്ക് വൈക്കിങ്ങും ടീമും അവിടെ എത്തി. അവരെല്ലാവരും കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം ഹീറോ മഞ്ഞ് വണ്ടിക്കടിയിൽ അവൻ എയിം ചെയ്ത് നിൽക്കും. എന്നാൽ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരം അവന്റെ കൂടെയുള്ള ഒരുത്തൻ മുന്നിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവൻ എയിം ചെയ്യാൻ പറ്റില്ല. എന്നാലും നല്ലൊരു സമയത്ത്
സഹായത്തിനായി ഹീറോ നോക്കിയിരിക്കും. അപ്പോഴാണ് തൊട്ടു പിന്നീന്ന് ഒരു ഗണ്ണ് തലയിലേക്ക് വരുന്നത്. അവരെല്ലാവരും ഹീറോയെ കണ്ടുപിടിച്ചു. എന്നിട്ട് വൈക്കിങ്ങിന് മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കുന്ന നേരം അവൻ ചോദിക്കും, എൻ്റെ മകനെവിടെ? അതിന് ഹീറോ പറയും, നിന്റെ മകനെ നീ ഒരിക്കലും അർഹിക്കുന്നില്ല, അത് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ നീ എൻ്റെ മകനെവിടെയെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ നഖം ഞാൻ പറിച്ചെടുക്കും, നിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കും. ഇതെല്ലാം കേൾക്കുന്ന നേരം ഹീറോക്ക് പേടിയൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുക. എന്നാൽ ഈ ലൊക്കേഷൻ നോക്കി പ്രതികാര ദാഹത്തിൽ ബുള്ളറ്റിന്റെ ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവർ പുറത്തേക്ക് ഗണ്ണുമായിട്ട് കാത്തിരിക്കുക, കണ്ട ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് വിചാരിച്ചിരിക്കുക. അവരവിടെ എത്തുമ്പോൾ തന്നെ ഷൂട്ട് തുടങ്ങും. അവിടുന്ന് ഇവിടുന്നായിട്ട് ഓരോന്ന് തെറിച്ച് വീഴുന്ന കാണുന്ന നേരം ഹീറോ ഓടിച്ചെന്ന് ഓരോ സൈഡിലായിട്ട് ഒളിച്ചു നിൽക്കും. എന്നാലും അതിൽ രക്ഷയൊന്നുമില്ല, അവരെല്ലാവരും തിരിച്ചും മറിച്ചും ഷൂട്ടാണ്. വൈക്കിങ്ങിന്റെ ടീം പെട്ടെന്ന് തന്നെ ബുള്ളറ്റിന്റെ കാർ നോക്കി ഷൂട്ട് ചെയ്യുന്ന നേരം അതിലേക്ക് ഷോട്ട് കയറില്ല, ബുള്ളറ്റ് കയറില്ല. അത് ബുള്ളറ്റ് പ്രൂഫ് കാറാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ഷോട്ടിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹീറോ പെട്ടെന്ന് തന്നെ ഒരു കാറിനടിയിലേക്ക് ഒളിച്ചു നിൽക്കും. എന്നാൽ അങ്ങോട്ടാണ് നമ്മുടെ മൊട്ടച്ചേട്ടൻ, വലങ്കൈ മൊട്ടച്ചേട്ടൻ ചാടി വീഴുന്നത്. എന്നാൽ ഹീറോയെ കാണുമ്പോൾ ഷൂട്ട് ചെയ്യില്ല, അതിനപ്പുറം കണ്ടു ഒരു തന്നെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. ഇവൻ എന്തുകൊണ്ട് എന്നെ ഷൂട്ട് ചെയ്തില്ല എന്ന് ഹീറോക്ക് മനസ്സിലാവില്ല. എന്നാൽ പുറത്ത് ഇപ്പോഴും പെരുത്ത യുദ്ധമാണ്. അങ്ങനെ ഏറെക്കുറെ എല്ലാവരും കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ എത്തുന്ന നേരം ബുള്ളറ്റ് പ്രൂഫ് കാറിൽ നിന്നും പുറത്തിറങ്ങി വന്ന് വൈക്കിങ്ങിനെ ഷൂട്ട് ചെയ്യും. എന്നാൽ അവൻ ഒളിച്ചു നിൽക്കുന്നതോടെ തന്നെ അവനും കൊള്ളില്ല. ഈ സമയം നോക്കി ഹീറോ മഞ്ഞുവണ്ടി എടുത്ത് അവിടെ ഉണ്ടായിരുന്ന കാറുകളെല്ലാം ഇടിച്ചു തെറിപ്പിക്കും. എന്നാൽ ഇതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് മനസ്സിലാവുന്ന നേരം ഹീറോ ഇറങ്ങിയിട്ട് മരം മുറിക്കുന്ന വണ്ടിയിൽ കയറും. എന്നാൽ ആ ഗ്യാപ്പിൽ വൈക്കിങ് കാർ എടുത്ത് രക്ഷപ്പെടാൻ പോകുന്ന കാണുന്ന നേരം ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം മുറിച്ചു പൊക്കി കാറിന് നേരെ മേലെ വെച്ച് കുത്തി താഴ്ത്തും. ആ കാറിലേക്ക് ഇറങ്ങി ചെല്ലും. പിന്നെ കാറിന് മുന്നിലേക്കോ പിന്നിലേക്കോ ഒന്നും പോകാൻ പറ്റില്ല, അതവിടെ പെട്ടുപോകും. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് ബുള്ളറ്റ് വന്ന് ഗണ്ണെടുത്ത് കാറിലേക്ക് വൈക്കിങ്ങിനെ നോക്കി ഷൂട്ട് ചെയ്യുന്നത്. അതവന്റെ നെഞ്ചത്ത് തുളച്ചു കയറും. ഹീറോ വിചാരിച്ചിരുന്നത് ഹീറോയുടെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലണം എന്നായിരുന്നു. എന്തായാലും ഇപ്പൊ ബുള്ളറ്റ് കൊന്നല്ലോ. കാറിൽ ചെന്ന് നോക്കുന്ന നേരം അവൻ മരിച്ചെടുക്കാണ്. അവന്റെ മരണം ഉറപ്പിച്ചു. എന്നിട്ട് വേറെ ഒന്നും നോക്കാതെ അവിടുന്ന് മഞ്ഞ് വണ്ടി എടുത്ത് ഹീറോ ജോലിക്കായി പോവുകയാണ്. ജോലിയുടെ കാര്യത്തിൽ നമ്മുടെ ആൾ കീർത്തിയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ വണ്ടിയുടെ തൊട്ട് പിന്നിൽ ഒളിച്ചിരുന്ന ബുള്ളറ്റ് അതിന്റെ അകത്തേക്ക് ഗണ്ണുമായിട്ട് കയറി ചെല്ലും. ഹീറോയെ ഷൂട്ട് ചെയ്തോന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞ സമയം രാത്രിയായപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും അവിടെ എത്തി. നമ്മുടെ ലേഡി പോലീസും പോലീസുകാരനും അവിടെ എത്തി. എന്നാൽ അപ്പോഴാണ് വൈക്കിങ്ങിന്റെ മകൻ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് പോലീസുകാർക്ക് അവനെ കണ്ടിട്ടുക. എന്തായാലും പോലീസുകാരൻ വൈക്കിങ്ങിന്റെ കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. ആ ബുള്ളറ്റ് കൊണ്ടിട്ടും അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. പോലീസുകാരനോട് പറയും, എനിക്ക് എൻ്റെ ഭാര്യയോട് ഒരു കാര്യം പറയണം, ഈ മെസ്സേജ് നിങ്ങൾ അവളുടെ അടുത്ത് എത്തിക്കണം. അവൾ എന്ന് പറഞ്ഞ് അവൻ മരിക്കും. ഇവിടെ ബുള്ളറ്റ് ഇതുവരെ ഹീറോയെ കൊന്നിട്ടില്ല. ഹീറോ ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റ് അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞ് ഹീറോ മഞ്ഞൾ തിരിച്ചു വരികയും ചെയ്യും. ഇത് കാണുന്ന ബുള്ളറ്റ് വിചാരിക്കും ഇങ്ങനത് എന്ത് മനുഷ്യനാന്ന്. അങ്ങനെ സമയം നീണ്ടുപോയി. പിറ്റേന്ന് രാവിലെയാണ് ബുള്ളറ്റ് വണ്ടിയിൽ നിന്ന് കണ്ണുറക്കുക. നോക്കുന്നേരം ഹീറോ വണ്ടി ഓടിച്ചു പോവാണ്. ഹീറോ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നേരം അങ്ങരുടെ കൂടെയുള്ള ഒരുത്തൻ, ആ മഞ്ഞുമലയിൽ നിന്ന് പറന്നു പോയിരുന്ന ഒരുത്തനല്ലേ, അവൻ ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുക. ഹാവ്, ഇവനെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച ബുള്ളറ്റ് സമാധാനപ്പെടുമ്പോഴാണ് അവൻ ആ പേരച്ചൂട്ടിന്റെ കൺട്രോളിൽ പോയി നേരെ മഞ്ഞ് വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് കയറി കൊടുക്കുക. എന്നാൽ ഈ മഞ്ഞ് വണ്ടി മഞ്ഞിനകത്തേക്ക് എടുത്ത് നുറുക്കി പൊടിച്ച് തെറിപ്പിച്ച് കളയുന്നതാണ്. അവൻ അതിന്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. പിന്നെ പറയാൻ മാത്രമൊന്നുമില്ല, അവനും നുറുങ്ങി പൊടിഞ്ഞ് അങ്ങനെ ഇല്ലാണ്ടായി. അങ്ങനെ സമാധാനിക്കാൻ എന്തെങ്കിലും ഒന്ന് കണ്ടിരുന്ന ബുള്ളറ്റിന്റെ സമാധാനം പോകുന്ന കാണിച്ചുകൊണ്ട് കോൾഡ് പർസ്യൂട്ട് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമയുടെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ബുള്ളറ്റിൻ്റെ പേര് പറയാനാണ് കുറച്ച് പാടുപെട്ടെ. ഒന്നെങ്കിൽ ബുള്ളറ്റ് എന്നോ അല്ലെങ്കിൽ റെഡ് ബുള്ളറ്റ് എന്നോ ഒക്കെയാണ് വരുന്നത്. എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ കഥയെക്കുറിച്ചോ ആക്ഷനെക്കുറിച്ചോ ഒന്നും വ്യത്യസ്തമായിട്ട് പറയാനില്ല. അതിലൊന്നും വ്യത്യസ്തതയൊന്നുമില്ല. പക്ഷേ കണ്ടു തീരുന്നവരെ ബോറടിക്കൊന്നും ചെയ്തില്ല. പിന്നെ ഈ സിനിമയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇതിൽ ആളുകളെ എല്ലാവരെയും കൊല്ലുന്നേരം, ഓരോ ആളുകളെയും കൊല്ലുന്നേരം നല്ല മ്യൂസിക്കുകളും നല്ല പാട്ടുകളും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ, സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.